കാണാൻ വന്ന് ലോഡ്ജിൽ ട്രാപ്പ് ആകുന്ന നായിക. ഓക്കെ, ഒന്ന്. കാമുകനൊപ്പം ഒളിച്ചോടാൻ ഇറങ്ങി വീട്ടിൽ സൈക്കോക്കൊപ്പം ട്രാപ്പ് ആകുന്ന നായിക. ആദ്യത്തത് അടികപ്പിയാരെ കൂട്ടമണി. കാമുകനെ കാണാൻ ഹോസ്റ്റലാണ്. കാമുകനൊപ്പം ഒളിച്ചോടാൻ ഇറങ്ങി ഒരുപാട് കൂടി ഉണ്ട്. കാമുകനൊപ്പം ഒളിച്ചോടാൻ ഇറങ്ങി വീട്ടിൽ സൈക്കോക്കൊപ്പം ട്രാപ്പ് ആവുന്നതായി. വീട്ടിലൊരു സൈക്കോ ഉണ്ട്. അത് പിന്നെ സൈക്കോ ആയി മാറുന്നല്ലേ. ഇത് ഒളിച്ചോടാൻ നിൽക്കുക, ഒളിച്ചോടാൻ നിൽക്കുക, കാമുകനോട് ഒളിച്ചോടാൻ നിൽക്കുക. ഇത് ഭയങ്കര കാമുകന്റെ ഒപ്പമല്ലേ. അർജുനന്റെ അതല്ല, വുൾഫല്ല. അല്ല, കഥയല്ല, അതിന്റെ ഒരു എലമെന്റ് മാത്രമേ പറയുള്ളൂ. നമ്മള് റൂൾസ് ആൻഡ് റെഗുലേഷൻ സീൻ പറയുന്നുണ്ട്. അടുത്തത് പുഴയിൽ ഇറങ്ങി ലൂണാർ ചെരുപ്പ് കഴുകി വരുന്ന നായകൻ. പുഴയിൽ വാറ്റുചാരായം ഒളിപ്പിക്കുന്ന നായകൻ. അപ്പൊ ഇത് അസാധുവായി. അല്ല, പക്ഷെ ഞങ്ങൾ ബെല്ലടിച്ച ആദ്യം. അതിൽ കഥയില്ല. മൊത്തം ചോദ്യം കഴിഞ്ഞിട്ട് ഉത്തരം പറയാൻ പാടുള്ളൂ. ചെറിയ വാശിക്കല്ലോ. ഒരു മാർക്ക് ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ്. ആക്സിഡന്റ് പറ്റി ഹെഡ്ലൈറ്റ് തെറിച്ചു പോകുമ്പോൾ മരിക്കുന്ന നിത്യ മേനോൻ. ബൈക്ക് ഇടിച്ച് പടത്തിന് നടുക്ക് മരിക്കുന്നത് ലാലേട്ടൻ. ബാംഗ്ലൂർ ഡേയ്സ് സുഗമോദേവി. ഇവര് മൂവി തന്നെ അടിപൊളി. അടുത്തത് രാവിലെ അധ്യാപകനും രാത്രി ATM കവർച്ചക്കാരനുമാവുന്ന നായകൻ. രാവിലെ പോലീസും രാത്രി കള്ളനുമാവുന്ന നായകൻ. റോബിൻഹുഡും രാവിലെ പോലീസും രാത്രി കള്ളനും. മൂവി അഡിക്ഷൻ ആ കാലത്ത് കുറച്ച് രാവിലെ പോലീസും രാത്രി കള്ളനുമാകുന്ന നായകൻ. രാവിലെ പോലീസ് രാത്രി കള്ളൻ. റോബിൻഹുഡും കൂമൻ. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ കഴിവ് തെളിയിച്ച ബോംബെ ഡോൺ. ദംഷരാട്സിൽ കഴിവ് തെളിയിച്ച ബാംഗ്ലൂർ ഡോൺ. ആവേശം 6 നമ്പർ. ചർച്ചയും ചെയ്യുന്നില്ല. അടുത്തത് ഇതിന്റെ ഈ റൗണ്ടിന്റെ അവസാനത്തെ ചോദ്യം കുറച്ച് ടഫാ. സിനിമയിൽ ഡാൻസ് നമ്പർ ഉള്ള കൊടൂര വില്ലന്മാരെ തീർക്കാൻ അന്ധനായി അഭിനയിക്കുന്ന ഡാൻസ് മാസ്റ്റർ. മലയാളം ഫേമസ് ആയ പടം. കൊടൂര വില്ലന്മാരെ തീർക്കാൻ അന്ധനായി അഭിനയിക്കുന്ന നായകൻ. പറഞ്ഞു 2 പടം. ചെസ്. കേട്ടില്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ. ദിലീപ് ഡാൻസ് മാസ്റ്ററാണ്. അമ്മല്ലേ ഡാൻസ് മാസ്റ്റർ? അല്ല, ദിലീപ് ഡാൻസ് മാസ്റ്ററാ. ദിലീപ് ഡാൻസ് കൊറിയോഗ്രഫി ചെയ്യുന്നുണ്ടല്ലോ ഭാവനനെ. അല്ല, ആദ്യത്തെ മറ്റേ പടം സിനിമയിൽ ഡാൻസ് നമ്പറുള്ള കൊടൂര വില്ലൻ. അത് ഭയങ്കര യൂണീക്കാ. ഒറ്റപ്പടേ ഉള്ളൂ അങ്ങനെ. നമ്മുടെ അറിവിലൊക്കെ ഒറ്റപ്പടാണ്. ഞാൻ ക്ലൂ ആണോ? സൈലൻസ്. സുരേഷ് ഏട്ടൻ ലാപ്ടോപ്പ് എടുത്ത് അയ്യോ സത്യമേവ പിന്നറായിരിക്കുന്നത് ഓക്കെ. അപ്പൊ പൊതുവിൽ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങി ഹിറ്റ് ആവുന്ന സമയത്ത് ഇപ്പൊ AI വെച്ചിട്ട് ഇപ്പൊ സംഗീത്, നെസ്ലിൻ, ഹാഷിർ, അതുപോലെ നിങ്ങളുടെ ടീം ഉണ്ടല്ലോ സന്ദീപ്. അപ്പൊ ഇവരെ സാഗറിനെ ഇവരെ നിങ്ങളെ 4 പേരും വെച്ചിട്ട് ഇപ്പൊ പണ്ടത്തെ പടങ്ങളിലേക്ക് തന്നെ AI ക്രിയേറ്റഡ് വേർഷൻസ് വരാറുണ്ട്. ഇപ്പൊ മണിച്ചിത്രത്താഴ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹരിഹർ CID മൂസ ക്രിയേറ്റ് ചെയ്യുക. സോ നിങ്ങൾ ഈ പരസ്പരം അങ്ങോട്ട് നിങ്ങൾ 4 പേരാണ് പലപ്പോഴും അടുത്തൊരു പ്രധാനപ്പെട്ട പ്രതിഭകളൊക്കെ
അപ്പൊ നിങ്ങള് ഇവരെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആസ് കോമ്പറ്റീറ്റേഴ്സ്? അങ്ങനെ 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 ഇവരുടെ ഒരു വളർച്ച ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടോ നിങ്ങളുടെ ഇടയിൽ? അല്ല, ഹെൽത്തി കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവും. ഇപ്പൊ എന്നാലേ നമുക്കും ഇപ്പൊ നമുക്ക് സന്തോഷമാണ് ഇത് കാണുമ്പോ. ആക്ച്വലി നമുക്കും ഒരു മോട്ടിവേറ്റഡ് ആവും, നമ്മൾക്കും എന്തെങ്കിലും ചെയ്യണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം വളരെ ഹാപ്പിയാണ് ഞങ്ങൾ. ഈ പറഞ്ഞ എല്ലാവരും തന്നെ, സാഗറൊക്കെ ഞാൻ കുരുതി സമയത്ത് ഞങ്ങൾ ഏകദേശം ഒരു സാഗറൊക്കെ അതിനേക്കാളും മുമ്പ് തുടങ്ങിയതാണ് ടെലിവിഷനൊക്കെ ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നല്ലൊരു ഫ്യൂച്ചറും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ എല്ലാവരും തന്നെ അല്ല, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ രീതിയിൽ. പക്ഷെ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഒരു രസം തോന്നാറില്ലേ? നല്ലല്ലേ? അതെ. ഇപ്പൊ ഇവരുടെ ഒരു വളർച്ച ഉണ്ടല്ലോ. ഇപ്പൊ പ്രേമം കുറെ യങ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ കൊണ്ടുവന്നു. ഇവര് നാലുപേരും ഇപ്പൊ ഞാൻ പറഞ്ഞ യങ്ങിലോട്ട് വരുന്നു. ഇപ്പൊ ബേസിലിനെ പോലെയുള്ള ആളുകൾ ഇവരുടെ കൂടെ കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടി കട്ടക്ക് പിടിച്ച് വെയിറ്റ് ഒക്കെ കുറച്ച് നിൽക്കുന്നു. ഷർഫുക്ക് ഇവരെ എങ്ങനെയാണ് കാണുന്നത്? ഒരു എന്താണ് അസൂയക്ക് പറയാനുള്ള കാര്യം? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് ഇവര് ഏറ്റവും പുതിയ ജനറേഷനല്ലേ സിനിമയില്. അപ്പൊ ഇവരുടെ ഒരു നോളജും ഇവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാധ്യതകളും ഇപ്പോഴത്തെ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു, അസൂയ തോന്നാറുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞ അസൂയ എന്ന് വെറുതെ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞ ഇവരുടെ ഒരു എന്താ പറയാ, ഇവരുടെ ഇപ്പോഴത്തെ ജെൻസി, ഇപ്പൊ ഞാനിപ്പോ ഹാപ്പി വെഡിങ് ചെയ്യുന്ന ആ സ്പേസിലല്ലേ ഇവര് നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഹാപ്പി വെഡിങ് ഒക്കെ ഭയങ്കര വൈബ് മൂവിയാണ്. അതെ, അല്ല ഞാൻ പറഞ്ഞ ആ സമയത്തിന്റെ ഇപ്പോഴത്തെ ആൾക്കാരാണ് അവര്. ജെൻസി. അതെ, ജെൻസി വൈബ് എങ്ങനെയുണ്ട് ഷർഫിക? ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ? ജെൻസി, എല്ലാരും ജെൻസി അല്ലേ? സംഗീത ജെൻസി ആരോപണങ്ങളെ എങ്ങനെയാ നോക്കി കാണുന്നത്? കണ്ടാ പറയില്ലെങ്കിലും ഞാൻ ജെൻസി അല്ലാന്നൊക്കെ. എങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനുള്ള ഒരു ശ്രമം? ഒരു കൊല്ലം 1997 to 2012 വരെ. 97 ശേഷം എല്ലാരും ജെൻസി ആണല്ലോ. 32 ആയി. വസന്താണോ നീ? 32 ഒക്കെ ഇവന്റെ ഈ സിറ്റുവേഷൻഷിപ്പ്, ബെഞ്ചിങ്, ഗ്യാസ് ലൈറ്റിംഗ്, അതിനെപ്പറ്റി വേർഡ്സ് അറിയാം, പക്ഷെ ഇതിനൊന്നുള്ള പ്രയോഗിക്കാൻ പറ്റിയില്ല. ഇതൊന്നും സിറ്റുവേഷൻഷിപ്പ്, ഗ്യാസ് ലൈറ്റിംഗ് അതൊക്കെ അറിയാലോ. എനിക്കറിയാൻ പാടില്ല. ഞാൻ നമ്മൾ ഒരാളോട് ഭയങ്കര നീ ചെയ്തു, നീ എന്നെ ചതിച്ചു. എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ?